എല്ലാവർക്കും നമസ്കാരം. ട്രിച്ചിയിൽ നിന്നും ഏകദേശം 180 കിലോമീറ്റർ അകലെയായുള്ള തിരുവണ്ണാമലയാണ് യാത്രയിൽ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ശ്രീരംഗത്തു നിന്നും യാത്ര ചെയ്ത് വളരെ വൈകിയാണ് ഞങ്ങൾ തിരുവണ്ണാമലയിൽ എത്തിയത്. ടൗണിനുള്ളിൽ പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയപ്പോൾ കാർ അവിടെ ഇട്ട ശേഷം ഓട്ടോയ്ക്കാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കടന്നപ്പോൾ തന്നെ ഫ്രീ ദർശനായുള്ള വഴി കണ്ടു. വൈകിയ നേരത്തായതുകൊണ്ട് തന്നെ നല്ല തിരക്കിൽ ഏകദേശം 2 മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്ര പരിസരത്തെ ഒട്ടേറെ കാഴ്ചകൾ ഞങ്ങൾക്ക് മിസ്സായി എന്ന് വളരെ ദുഃഖത്തോടെ പറയേണ്ടിയിരിക്കുന്നു. അപ്രാപ്യമായ മല എന്നർത്ഥം വരുന്ന തിരുവണ്ണാമല ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അരുണാചല പർവ്വതത്തിന്റെ താഴ്വാരത്തായാണ് പ്രശസ്തമായ അരുൾമികു അരുണാചലേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചഭൂതാത്മക തത്വത്തെ ശിവശക്തി സംയോഗവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അവയിൽ അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന സ്ഥലമാണ് തിരുവണ്ണാമല. ആകാശത്തെ ചിദംബരവും വായുവിനെ കാളഹസ്തിയും ജലത്തെ തിരുവാനക്കാവും പൃഥ്വിയെ കാഞ്ചീപുരവുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവയിൽ ചിദംബരത്തെയും കാഞ്ചീപുരത്തെയും വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അരുണാചലേശ്വരം ക്ഷേത്രത്തിലെ സ്വയംഭൂവായ ശിവലിംഗം അഗ്നിലിംഗമെന്നാണ് അറിയപ്പെടുന്നത്. ശിവൻ അഗ്നിസ്വരൂപനായി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണിത്. 25 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം ഇന്ത്യയിലെ 3ാമത്തെ വലിയ ഗോപുരമാണ്. ഇതിന് 66 മീറ്റർ ഉയരമുണ്ട്. ക്ഷേത്രത്തിന് പ്രധാനമായും 4 ഗോപുരങ്ങളാണ് ഉള്ളത്. അരുണാചലേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ ഒന്നാണ് ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് തർക്കിച്ച നേരത്ത് അവർക്ക് മുൻപിലായി ശിവൻ അഗ്നിസ്തംഭമായി പ്രത്യക്ഷപ്പെട്ട ശേഷം തന്റെ ഉറവിടം കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് അരയന്നമായി അഗ്നിസ്തംഭത്തിന്റെ മുകളിലേക്കും വിഷ്ണു വരാഹരൂപത്തിൽ അഗ്നിസ്തംഭത്തിന്റെ താഴേക്കും യാത്രയായി. എന്നാൽ രണ്ടുപേർക്കും ശിവന്റെ ഉറവിടം കണ്ടെത്താനാവാതെ പരാജയം സമ്മതിക്കേണ്ടി വന്നു. തുടർന്ന് ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും അപേക്ഷ പ്രകാരം മനുഷ്യൻ ആരാധിക്കാൻ തക്കവിധം ശിവൻ അഗ്നിലിംഗമായി അരുണാചല മലയുടെ താഴ്വാരത്ത് അവതരിച്ചു. പിൽക്കാലത്ത് അവിടെ ക്ഷേത്രം രൂപീകരിച്ചു. തിരുവണ്ണാമലയെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ മുക്തി ലഭിക്കുമെന്നാണ് തമിഴരുടെ ഇടയിലെ വിശ്വാസം. ക്ഷേത്രക്കുളവും 1000-കാൽ മണ്ഡപം ഉൾപ്പെടെ നിരവധി മണ്ഡപങ്ങളും ചെറു ആരാധനാമൂർത്തികളും ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലായുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തികളായ അണ്ണാമലയാറും ഉണ്ണാമലയമ്മനും ശിവനും പാർവതിയുമാണ്. കാർത്തികയും ഗിരിവലവുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവവും ആരാധനയും. എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് അരുണാചലേശ്വരനിൽ അഭയം പ്രാപിച്ച് ഒരുപാട് സന്യാസിമാർ അരുണാചല പർവ്വതത്തിൽ വസിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. രമണ മഹർഷി തപസ് അനുഷ്ഠിച്ച സ്ഥലമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു. തിരുവണ്ണാമല എന്ന തീർത്ഥാടന കാർഷിക വാണിജ്യ കേന്ദ്രത്തിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു.